പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനെത്തിയ സമയത്ത് നമ്മൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രതിരോധം തീർത്ത S-400 ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് എത്രമാത്രം സഹായകരമായി മാറി എന്ന് പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. 3 S-400 ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഈ ഇനത്തിൽപ്പെട്ട 5 എണ്ണത്തിനാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരുന്നത് എങ്കിലും 3 എണ്ണം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൈവശം എത്തിയിട്ടുള്ളത്. മറ്റ് 2 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൂടി അടിയന്തരമായി എത്തേണ്ടതുണ്ട്. ഇന്ത്യ അതിന് സുദർശൻ ചക്ര എന്ന് പേരിട്ടാണ് നമ്മുടെ കളത്തിലിറക്കിയിരിക്കുന്നത്. ഏതൊരു അടിയന്തരമായി തന്നെ ബാക്കിയുള്ള 2 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉടൻ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരത സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുമ്പോൾ വിശദമായ ചർച്ചകൾ നടക്കും. 35,000 കോടി രൂപ കൊടുത്താണ് നമ്മൾ നേരത്തെ 3 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയത് എങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ ഇതിനേക്കാളും വലിയ വില നൽകിയായിരിക്കാം നമ്മൾ പുതിയ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നത്. പക്ഷേ അത് നമുക്ക് എക്കാലത്തേക്കും നമ്മുടെ രാജ്യത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കാനും പാകിസ്ഥാനെ പോലെയുള്ള ചതിയൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ തമിഴ് രാജ്യങ്ങളെയൊക്കെ തന്നെ നിലയ്ക്ക് നിർത്താനും ഇതേറെ സഹായകരമായി തീരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അജിത് ഡോവൽ ഈ മാസം 27 മുതൽ 29 വരെ റഷ്യയിൽ ഉണ്ടായിരിക്കും. അവിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഒരു വളരെ സുപ്രധാനമായ യോഗം നടക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയും ഒരുപക്ഷെ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഇക്കാര്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഭാരതം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഉന്നതതല പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുകയാണ്. റഷ്യയിലും കനിമൊഴി എംപിയുടെ മറ്റു നേതൃത്വത്തിൽ വലിയൊരു സംഘം എംപിമാരും പ്രമുഖ നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവരും റഷ്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയതിന് തൊട്ട് പിന്നാലെയായിരിക്കും അജിത് ഡോവൽ റഷ്യയിലെത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധം സംബന്ധിച്ച ഇന്ത്യയും റഷ്യയുമായുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ ഒരു സൗഹൃദം ഒരുപക്ഷെ ഇനി നാളെയും ഊട്ടിയുറപ്പിക്കത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കാം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. അജിത് ഡോവലിനെ പോലെ അതിശക്തനായ സമർത്ഥനായ ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നമ്മൾക്കുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയൊരു ഭാഗ്യമായി തന്നെയാണ് രാജ്യം കരുതുന്നത്. അജിത് ഡോവൽ ഒരു കാര്യത്തിന് തീരുമാനിച്ചിറങ്ങിയാൽ അത് നടപ്പിലാക്കിയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ റഷ്യ സന്ദർശനം വളരെ ഫലപ്രദമായി മാറുമെന്നും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ പുതിയ മേഖലകൾ ഒരുപക്ഷെ തുറന്നു വരുന്ന ഒരു അവസരങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും എന്നുമാണ് ഭാരതവും പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും S-400 ബാക്കി അവശേഷിക്കുന്ന 2 എണ്ണം കൂടി ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി പാകിസ്ഥാന്റെ ഇനി ബാക്കിയുള്ള പ്രതിരോധ സംവിധാനം കൂടി പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഒന്നും വാങ്ങാനുള്ള സ്ഥിതി ഇന്ന് പാകിസ്ഥാനെ പോലെ ഒരു ദരിദ്ര രാജ്യത്തിനില്ല.